ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും, ശ്രദ്ധിക്കണമേ, 3 ലോകം മുട്ടുമടങ്ങുന്ന ഏകനാമം യേശുവിൻ്റെ നാമമോ. സ്തോത്രം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ഈ നാമത്തിൽ രോഗത്തിന് സൗഖ്യമുണ്ട്. ഈ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ അലറിമാറും. പാപക്ഷമയുണ്ട്, രോഗസൗഖ്യമുണ്ട്. ശാപത്തെ മാറ്റുന്ന നാമമായത്, രോഗത്തെ മാറ്റുന്ന നാമമായത്, മരണം മാറ്റുന്ന നാമമായത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ നാമം അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമായില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇബ്രാഹിമിനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്താ സർവശക്തൻ? സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഈ അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിരുവെച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ മുഴുലോകം ഉളവായി. അർത്ഥാൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചതാകരുത്, ദൈവം സകലവും ചമച്ചവനാ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം. 2, സർവജ്ഞാനിയായ ദൈവം. എന്താ സർവജ്ഞാനി? ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവകാലത്ത് തന്നെ പറഞ്ഞാട്ട് മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ദൈവം. സ്തോത്രം. സർവജ്ഞാനി. എന്നാ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാലും, തമിഴിൽ പ്രാർത്ഥിച്ചാലും, തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും, അറബിയിൽ പ്രാർത്ഥിച്ചാലും, കന്നഡയിൽ പ്രാർത്ഥിച്ചാലും, സ്തോത്രം, മനസ്സിലാകുന്നവനായിരിക്കണം ദൈവം. പ്രൈസ് ദി ലോർഡ്. പലരും പലരോടെയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, അവരൊക്കെ മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ഭാഷയിൽ അവരോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 3, സർവവ്യാപിയായ ദൈവം. ഹലോ, സർവവ്യാപി. ഈ സ്ഥലത്തിൻ്റെ പേര് മുക്കോല അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ദേശം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ലെന്ന്, ട്രിവാൻഡ്രം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ദൈവമല്ല. ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാർ, ആലപ്പുഴ കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. എന്തിന്? കേരള സംസ്ഥാനം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. ഇന്ത്യ മഹാരാജ്യം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല സർവ്വവ്യാപി. സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയുമുണ്ട്. അങ്ങനെയെങ്കിൽ സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒതുങ്ങിക്കഴിയുന്ന ഒരു ദൈവമല്ല, ഒരു സംസ്ഥാനത്ത് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഉലകം മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി വിളിച്ച് പറയാം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഏത് മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് അല്ലെ സർവജ്ഞാനി, സർവശക്തൻ, സർവവ്യാപിയായ ദൈവത്തിൻ്റെ നാമം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ നാമത്തിലാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ നാമത്തിൽ നമ്മുടെ വന്നിടത്ത് ദൈവമഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ഇന്ന് രാത്രി കാഴ്ചക്കാരായിട്ട് നാം വന്നിരിക്കരുത്. സ്തോത്രം. നാം ഒന്നിച്ചൊന്ന് ആർപ്പിട്ടാൽ എരിഹോവിൻ്റെ മതിൽ തകർന്ന് എങ്ങനെയാണെന്നറിയാം. സ്തോത്രം. യോശുവയുടെ പുസ്തകം 6:20 ഈ പുരോഹിതന്മാർ കാഹളമൂതുകയും ജനം ഒരുമിച്ച് ആർപ്പിടുകയും ചെയ്യപ്പോൾ പട്ടണമതിൽ വീണെന്ന്. സ്തോത്രം. രാഹാബൊക്കെ അല്ലെങ്കിൽ ഈ മതിൽമേലാ വീട് വെച്ച് താമസിച്ചേ. ഇത്ര ഉയരവും വീതിയുള്ള ഈ മതിലൊക്കെ ഒറ്റ സ്തോത്രത്തിന് നിലംപരിചായെന്ന്. സ്തോത്രത്തിൻ്റെ ശക്തി അറിയാവുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി അനുഭവങ്ങളോടെ പറഞ്ഞു. എനിപ്പാസ് എന്നോട് പറഞ്ഞ അനുഭവങ്ങളോടെ പറയണമെന്ന് സമയം പോകും. സ്തോത്രം. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് 88 വയസ്സുള്ള ഒരു അമ്മ എനിക്ക് വേണ്ടി വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാമനാമം മാത്രം ജപിച്ചുകൊണ്ട് നമ്മൾ സ്തോത്രം പറയുന്ന അമ്മയാക്കി ദൈവം മാറ്റി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സാക്ഷ്യങ്ങൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. സ്തോത്രം. അല്ലേ, സ്തോത്രത്തിൻ്റെ ശക്തി പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ത് പ്രയാസപ്പെട്ട. സ്തോത്രം. അല്പം മുമ്പ് കർത്താവിൻ്റെ ദാസനിവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒന്ന് നിശ്ചലമായി. നമ്മുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സ്തോത്രം. വർഷിപ്പിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം കീബോർഡ് നിർത്തി, അദ്ദേഹത്തിൻ്റെ പാട്ട് നിർത്തി. പിന്നെ നമ്മുടെ ശബ്ദമൊന്നും നിങ്ങളെന്താ മിണ്ടാത്തേ? സ്തോത്രം.
നമ്മുടെ ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ അയൽക്കൂട്ടത്തിൽ വരണം. എന്തിനേറെ മീൻകാർ പഠിക്കൂടെന്ന് പോയാൽ മതി. സ്തോത്രം. ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരിമാരോട് പറയൂ, അദ്ദേഹം ഈ പഠിക്കുന്ന വിട്ട് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് ഇറങ്ങി നിന്ന് കൈയടിയും ആ ഒരു കൂവലും കേട്ടാൽ പോയതിനെക്കാട്ടി സ്പീഡിൽ പുള്ളി തിരിച്ചു വരും. കൈ പഠിക്കാനറിയാം. സ്തോത്രം. ഞങ്ങളൊക്കെ ഒരു കൂട്ടം അപ്പച്ചന്മാരുടെ അടുക്കിരുന്ന് പഠിച്ചതാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാനും എൻ്റെ സഹോദരൻ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങളൊരു കൂട്ടം അപ്പച്ചന്മാരുടെ കാൽക്കലിരുന്നാണ് പഠിച്ചത്. അവർ വീട് കിട്ടും, കാറ് കിട്ടും, വണ്ടി കിട്ടുമെന്നൊന്നും അല്ല പഠിപ്പിച്ചത്, സിയോനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ സ്തോത്രം 10 മണിക്ക് സഭായോഗം നടക്കുമ്പോൾ 9:30 ആകുമ്പോഴേ വന്ന് മുട്ടയിലിരുന്നോണം. സ്തോത്രം. ചവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ഇരുന്നിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ വന്നാൽ ഉടനെ അടുത്തിരിക്കുന്നവരുടെ ഷർട്ടിൻ്റെ കളറോ സാരിയുടെ കളറോ ഒന്നും നോക്കാൻ പറ്റത്തില്ല. സ്തോത്രം പറഞ്ഞോണം. എന്നാൽ എൻ്റെ കൂടെ വന്നാൽ സ്തോത്രം പറയുന്ന സഹോദരിയോട് ചോദിച്ചാലറിയാം, തമ്പേറിൻ്റെ കമ്പ് കൊണ്ട് എത്ര ഏറ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നല്ലേ. സ്തോത്രം. എനിക്കും കിട്ടി. സ്തോത്രം. അല്ലേ, അടുത്ത് വന്നിരുന്നോണ്ട് എൻ്റെ കൂടെ സ്തോത്രം ഉള്ള കൊച്ചിനോട് അവളിങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവളോട് ചോദിച്ചു, ബ്ലെസ്സി ഏത് പാട്ടാ, എത്രാമത്തെ പാട്ടാ പറഞ്ഞേക്കുന്നതെന്ന് പാടാൻ. സ്തോത്രം. അവൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും വരുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത 2ാമത്തെ പാട്ട് ഏതാ? സ്തോത്രം. പിന്നെ നെറ്റിക്കൊരു ഏറാ കിട്ടിയത്. സ്തോത്രം. അവിടെ വഴക്കും കയ്യാങ്കളിയും ഒന്നുമില്ലായിരുന്നു. സ്തോത്രം. ഈ ശിഷ്യത്വം എന്ന് പറയുമ്പോൾ, ശിഷ്യത്വം എന്ന് പറയാം, അത് പഠിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. മുഴങ്കാലുകൾക്കിടയിൽ തലയും ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഏലിയാവ് ബാല്യക്കാരനെ വിട്ടിട്ട് പറഞ്ഞു, പോയി ചോദിച്ചിട്ട് വാ, നോക്കിയിട്ട് വാ. എന്താ നോക്കണ്ടേ? സ്തോത്രം. പോയി നോക്കിയിട്ട് വാ. ബാല്യക്കാരൻ പോയി. അവൻ പിതാവിനോട് ഒരടയാളവും കാണുന്നില്ല. യജമാനെ വീണ്ടും വന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു വിട്ടു. നിങ്ങളത് വായിച്ചിട്ടുണ്ട്. ഞാൻ പല വാക്യങ്ങളും മനസ്സിരുത്തി വായിക്കുമ്പോൾ ചിലത് വായിക്കുമ്പോൾ ചിരി വരും. 2ാമതും പോയിട്ട് വന്നു, 3ാമതും പോയിട്ട് വന്നു, 4ാമതും പോയിട്ട് വന്നു, ഒരടയാളവും ഇല്ല. സ്തോത്രം. 6ാം പ്രാവശ്യം വന്നു. സ്തോത്രം. ഇന്നത്തെ ബാല്യക്കാരെ വല്ലവരെയും പാസ്റ്റർ അങ്ങനെ വിട്ടിരുന്നെങ്കിലോ എന്ന് വന്ന് പറഞ്ഞു, ഈ പുള്ളിക്കാരൻ ഇങ്ങനെ തലയും കുമ്പിട്ടുകൊണ്ട് വിട്ടിരുന്നാൽ മതി. ഓരോ പ്രാവശ്യം എന്നെ ഇങ്ങനെ ഹലോ പോവോ. 7ാം പ്രാവശ്യം വന്നിട്ട് പറഞ്ഞ, യജമാനെ കണ്ടു വിധാനത്തിൽ കൈ പോലെ ഒരു മേഘം. അർത്ഥാൽ ഒരു ചെറിയ സിഗ്നൽ ഞാൻ കണ്ടു. മുട്ടുമടക്കിയവനറിയാം വലിയൊരു മഴയുടെ മുഴക്കമാതാ. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനറിയാം ഇവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ചെറിയൊരു കൈപ്പത്തി എന്നല്ല, കൈ പോലെ ഒരു മേഘമാണെങ്കിലും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് വലിയൊരു മഴയുടെ മുഴക്കമാ. ആഹാബിൻ്റെ രഥത്തെ പുറകിലാക്കി മുന്നോട്ടോടുന്ന ഒരഭിഷേകത്തിന് വേണ്ടിയാ പ്രതികൂലങ്ങളെ പിന്നിലാക്കിക്കൊണ്ട്, പ്രശ്നങ്ങളെ പുറകിലാക്കിക്കൊണ്ട് മുന്നോട്ടോടുന്ന ഒരു അധികാരം. ഒരു കൂട്ടം പിതാക്കന്മാരെ കുറിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. കേരളത്തിന്റെ മണ്ണിൽ, ഭാരതത്തിന്റെ മണ്ണിൽ ഇന്നലകളിൽ അടയാളത്തോടുകൂടി മഹത്വം വെളിപ്പെടുത്തിയ ഒരു കൂട്ടം അപ്പച്ചന്മാരുടെ അടുക്കലിരുന്നാണ് ഞങ്ങൾ പഠിച്ചത്. അവരെ കുറിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ അവിടെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നിടം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. സ്തോത്രം. പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വിയർത്ത ഡ്രസ്സ് എടുത്ത് മറപ്പുരയിലേക്ക്, എന്നൊക്കെ ഓല കൊണ്ടുള്ള മറപ്പുര, അതിലേക്കിടും. സ്തോത്രം. കൂടെ കുറെ ശിഷ്യന്മാർ കാണും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി വലിയ ചരുവത്തിനകത്ത് കുളിമുറിക്കകത്ത് കൊണ്ടുവച്ച് കൊടുക്കും. എന്നിട്ട് കുളിച്ചിട്ട് ഈ വിയർത്ത ഉടുപ്പ് അവിടെ ഇട്ടിട്ട് അടുത്ത ഉടുപ്പും എടുത്തിട്ട് അടുത്ത യോഗത്തിന് പോവാ. സ്തോത്രം. കൂടെയുള്ളവർ വന്നിട്ട് ഈ ഉടുപ്പെ പിടിച്ച് അവൻ അഭിഷേകത്താൽ നിറഞ്ഞു. ഈ വെള്ളം കോരിയടിച്ചവന്റെ മേലെ അഭിഷേകത്തിന്റെ തീയാൽ അവൻ നിറഞ്ഞു. പണ്ടത്തെ പിതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം, അഭിഷേകമില്ലാത്തവനെ കൊണ്ട് തമ്പേറടിപ്പിക്കത്തില്ല, അഭിഷേകമില്ലാത്തവനെ കൊണ്ട് കൺവെൻഷന് തൂണിരിക്കത്തില്ല. അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പിശാച് വിളിച്ചു പറയും, അവൻ ഇറങ്ങിയിട്ടുണ്ട്. അവരുറങ്ങുന്ന മണ്ണിന്റെ മേളിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. വാര്യാപരയോനാചാര്യെ പോലെ കല്ലിമല ഒത്തിരി അപ്പച്ചന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണം, അവരിറങ്ങുമ്പോൾ പിശാച് വിറയ്ക്കും. സ്തോത്രം. അഭിഷേകമുള്ളവരോട് ഒരു ദൂത് പറയാം. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാ നിറയപ്പെട്ടവൻ എവിടെ പോയാലും ആത്മശക്തി വ്യാപരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
ഗദരദേശത്തേക്ക് കാലെടുത്തു വെച്ചാൽ ആ ദേശത്തെ നാളുകളായി അടക്കി ഭരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇവിടെ തകരപ്പെടും. ദേശം വിടുവിക്കപ്പെടും. അഭിഷേകമുള്ള നിന്നെ ദേശത്താക്കി വെച്ചിരിക്കുന്നത് അവന്റെ വിളിയാലുള്ള ആശ നീ മനസ്സിലാക്ക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവ് നമുക്ക് ഈ സമസ്വഭാവമുള്ള മനുഷ്യൻ സറാഫാത്തിലേക്ക് കാലെടുത്തു വെച്ചു. എന്താ സംഭവിച്ചേ? ആത്മഹത്യയുടെ കെട്ടവിടെ പൂട്ടി. മനസ്സിലാകുന്നുണ്ടോ? ഞാനും കുഞ്ഞും മരിക്കാനിരിക്കുകയായിരുന്നു. മരണം മാറ്റുന്ന ശക്തിയായത്. അഭിഷേകമുള്ളവന്റെ കാല് ഒരു ഭവനത്ത് നിരാത്രി വിശ്വസിക്കുന്നു. ഈ മണ്ണിലൊക്കെ അഭിഷിക്തന്മാർ കാലുകുത്തിയതാന്ന് നാം കേട്ടു. അഭിഷേകമുള്ളവന്റെ കാലൊരു ദേശത്ത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. സാറാഫാത്തിലേക്ക് ചെന്ന് കാലെടുത്ത് വെച്ചപ്പോൾ ആത്മഹത്യയുടെ ബന്ധനം അഴിഞ്ഞു, ക്ഷാമത്തിന്റെ കേട്ടഴിഞ്ഞു. ഒരു വീട്ടിൽ പാർത്തു, അവിടുത്തെ മരണം മാറി. അഭിഷേകമുള്ളവൻ ശമരിയയിലേക്ക് ചെന്നു, ശമരിയ വിടുവിക്കപ്പെട്ടു. അഭിഷേകമുള്ളവൻ ഗദരദേശത്തേക്ക് ചെന്നു. ഏറിയ കാലങ്ങളായി പൈശാചിക ശക്തികൾ ജനത്തെ വഞ്ചിച്ചു വെച്ചിരുന്ന കെട്ടുകൾ അഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, അഭിഷിക്തരെ പാടാൻ ഇവിടെ അയച്ചത്, ആരാധിക്കുന്നവരെ ഈ ദേശത്താക്കിയത്, പ്രാർത്ഥിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്നത്, ഈ ദേശത്തിന് ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഈ ദേശത്ത് ദൈവത്തിന് ചിലതിനെ വേണം. സ്തോത്രം. ശുശ്രൂഷകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചില സ്നേഹിതർ ഇവിടെ അടുത്തുള്ളവരാ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ അവരോടൊപ്പം ഞാൻ സിംഗപ്പൂർ മലേഷ്യയിലൊക്കെ ആയിരുന്നു. സ്തോത്രം. 10 ദിവസം 10 ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടാൻ കർത്താവ് ഭാഗ്യം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ അവിടുന്ന് വന്നത്, പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി പോകുന്നത് കൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതെ വേഗത്തിൽ പോയത് നിങ്ങളുടെ ദേശക്കാരാ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയാണ്. നമ്മുടെ ശബ്ദത്തിനൊരു അധികാരമുണ്ട്. സ്തോത്രം. കേരളത്തിൻ്റെ സിംഹഗർജനമായിരുന്ന, സിംഹശബ്ദമായിരുന്ന മേരിക്കോവൂർ അമ്മച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? അമ്മച്ചി കേട്ടിട്ടുണ്ടല്ലോ. ശിശുമാരുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവർ പറയുമ്പോൾ അതിന് ശബ്ദത്തോടെ ഏറ്റുപറയുമായിരുന്നു. ഒരിക്കൽ അമ്മച്ചി വളരെ പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത്താൽ സ്തോത്രം കിടക്കയിലായിരിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ വന്ന് അമ്മച്ചിയെ ദർശിക്കുക. ഞങ്ങളുടെ കൂടെ ടീമിലുള്ള ചില അഭിഷിക്തന്മാരും പോയി. സ്തോത്രം. നന്നാവാർദ്ധക്യത്തിലായിരിക്കാം അമ്മച്ചി ശാരീരികമായിട്ട് വളരെ ക്ലേശത്തിൽ കിടക്കയിലാകുക. സ്തോത്രം. അപ്പം അഭിഷിക്തന്മാരൊക്കെ അവിടെ ചെന്നിട്ട് വളരെ ബഹുമാനത്തോടെ വിനയത്തോടെ അമ്മച്ചിയുടെ അടുക്ക, അമ്മച്ചി എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിൻ്റെ സിംഹഗർജനമായിരുന്നു അമ്മച്ചി, സിംഹശബ്ദമായിരുന്നു. അവിടെ ചെന്നിട്ട് സ്തോത്രം അഭിഷിക്തന്മാർ വളരെ വിനയത്തോടു കൂടി ഇങ്ങനെ കുനിഞ്ഞ് കിടക്കുന്ന അമ്മച്ചിയോട്, അമ്മച്ചി ഇപ്പം ശാരീരികമായിട്ട് എങ്ങനെയുണ്ട്? ബലമുണ്ടോ? ഇപ്പം എങ്ങനെയുണ്ട്? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഹലോ. സ്തോത്രം. കുനിഞ്ഞ ദൈവദാസമൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. സ്തോത്രം. അമ്മച്ചി ഇത്രയും ശബ്ദം. അമ്മച്ചി പറഞ്ഞു, സിംഹക്കുട്ടിയാ ഞാൻ, യഹൂദാഗോത്രത്തിൻ്റെ. സിംഹം നടന്നാലും കിടന്നാലും ശബ്ദത്തിനൊന്നും ഒരു മാറ്റമില്ലെന്ന്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. സ്തോത്രം. കാലേബ് പറയാം, 40-ാമത്തെ വയസ്സിലാണല്ലോ ദൂത് കേട്ടത്. ഇപ്പോൾ വയസ്സ് എത്ര ഉണ്ടെന്നറിയാം? 85 ഉണ്ട്. അന്നത്തെ പോലെ പടവെട്ടുകയും പോകുകയും വരികയും ചെയ്യാൻ ഇപ്പോഴും എനിക്ക് ആരോഗ്യമുണ്ടെന്ന്. ആരോഗ്യം. പുതിയ നിയമസഭ, വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കണം. സ്തോത്രം. നമ്മളിങ്ങനെ അല്ലേരിയ വാടിയും തളർന്നും ഒക്കെ ഇരിക്കുക. സ്തോത്രം. നമ്മൾ കേൾക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി, ഒന്നുകൂടെ പറഞ്ഞ വാതുക്കലായി. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ അല്ലെ ശക്തിയോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയ മാതാവ്
സ്തോത്രം. ഈ അടുത്ത സമയത്ത് കണ്ണിൽ പ്രഷർ കൂടി ഗ്ലൂക്കോമയായി വളരെ ക്ഷീണാവസ്ഥയിൽ, സ്തോത്രം, എന്ന് വെച്ചാൽ ശരീരത്തിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ചില ആഴ്ചകളായി കണ്ണിന് അതികഠിനമായ വേദനയാൽ ഒത്തിരി ഭാരപ്പെട്ട്, സ്തോത്രം, ഒക്കെയായിരുന്നു. ഈ കോവിഡ് കാലത്താണ് ഞങ്ങൾ, സ്തോത്രം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചില ആഴ്ചകൾ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. കാരണം മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പൂർണ്ണ ആരോഗ്യവതിയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കണ്ണുകൊണ്ട് കാണിച്ചു. ഗ്ലൂക്കോമയാണ്. അവർ മരുന്നൊക്കെ കൊടുത്തു, പെയിൻ കില്ലറൊക്കെ കൊടുത്തു. ആഴ്ചയിൽ 4 ദിവസം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ വരവേ ഒരു തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. ഓരോ ദിവസം കഴിയുന്തോറും കണ്ണിന് അതികഠിനമായ വേദന കൂടി, വളരെ അസ്വസ്ഥതകളുണ്ടായി. ഞങ്ങൾ ഡോക്ടറോട് എന്ന് പറഞ്ഞു, വീണ്ടും മരുന്ന് മാറിക്കൊടുക്കും, പെയിൻ കില്ലറൊക്കെ കൊടുക്കും. ഒടുവിൽ കോട്ടനും ഗോസും കൂടെ ചെയ്ത് കണ്ണിങ്ങനെ പൊതിഞ്ഞു വെച്ചു. ആരംഭത്തിലൊക്കെ ഞങ്ങൾ മരുന്ന് കഴിക്കും. വേദന കൂടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ട് തൊടിയിക്കത്തിൽ അമ്മ തന്നെ മരുന്നൊഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ സ്തോത്രത്തിൻ്റെ ശക്തിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിങ്ങൾ തിരിച്ചു വന്നു. അതികഠിനമായ വേദന കൊണ്ട് രാത്രി കിടന്ന് അമ്മയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. കണ്ണിന് വേദന, ചെവിക്ക് വേദന, ഉമിനീരിറക്കാൻ വയ്യ. ഈ ഭാഗം മുഴുവൻ അങ്ങ് നീര് വെച്ചു. 3 ദിവസം കഴിഞ്ഞ് ഇനിയും ചെന്നാൽ മതി. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ വേദന അതികലശലായി തീർന്നു. സ്തോത്രം. ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഭാഗം മുഴുവൻ നീരായി, നരമ്പുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുക. ഇവിടെ ഇങ്ങനെ മുഴ പോലെ വന്നു ഈ ഭാഗത്ത്. ഉമിനീരിറക്കിയാൽ അതികഠിന വേദന, സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. വേദന കൊണ്ട് കിടക്കയിൽ കിടന്ന് പിടയുക. പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർക്കെതിരെയുള്ള കസേരയിലിരുന്നു. സ്തോത്രം. ഡോക്ടർ ഈ പ്ലാസ്റ്റർ അങ്ങോട്ട് മാറ്റി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കണ്ണിൻ്റെ കൃഷ്ണമണി ഏതാ, മറ്റു ഭാഗങ്ങൾ ഏതാന്ന് കാണാൻ വയ്യാത്ത രീതി കണ്ണ് പഴുത്തുപോയി. വേഗം അതുപോലെ അടച്ചു വെച്ചിട്ട് പറഞ്ഞു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വേഗം മാതാവിനെ കൊണ്ടുപോകണം. പെട്ടെന്ന് അമ്മയെ മാറ്റി അങ്ങോട്ട് ഇരുത്തിയിട്ടാണ് പറഞ്ഞേ, അമ്മയുടെ കണ്ണെടുത്ത് കളയണം. കാരണം ഈ 3-3.5 മാസം കൊണ്ട് ഡോക്ടറോട് ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഡോക്ടർ ചോദിച്ചു. പേര് കേട്ടപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ച് ഇതൊക്കെ പറയുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു സ്നേഹബന്ധമായി. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, വേഗം തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് മാതാവിനെ കൊണ്ടുപോകണം. പ്രിയരെ, ആ സന്ധി കഴിഞ്ഞ സമയത്ത് പോകാൻ സാഹചര്യം അനുവദനീയമല്ലായിരുന്നു. മീറ്റിങ്ങുകളും കാര്യങ്ങളുമായിരുന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരൻ വാഹനം ഓടിക്കാൻ അദ്ദേഹത്തെ വിളിച്ചു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അതിരാവിലെ 5 മണിയാകുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുവാൻ തീരുമാനമെടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. കണ്ണെടുത്ത് കളയാനാണെന്ന് അമ്മയോട് പറഞ്ഞില്ല. എന്നാൽ ഭവനത്തിൽ വന്ന് രാത്രി ഒരു 10:30 ആയപ്പോൾ, വീട്ടിൽ ഞാൻ ഏറ്റവും ഇളയതാണ്, എൻ്റെ അമ്മയുടെ കിടക്കക്കരികെ ചെന്നു. അവിടെ മുട്ടുമടക്കിയിട്ട് അമ്മയുടെ ശരീരത്തോട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞമ്മ, നാളെ രാവിലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അതിരാവിലെ നമ്മൾ പോകും. സമയത്ത് വേദന കൊണ്ട് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ അമ്മ കിടക്കുകയാണ്. അമ്മ എന്തിനാ പോകുന്നതെന്നറിയാം, അമ്മയുടെ വലത്തെ കണ്ണെടുത്ത് കളയാനാന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പി കരയുന്ന പോലെ അമ്മ കരഞ്ഞു. എനിക്ക് വലിയ ഭാരമുണ്ടായി. ഞാൻ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ പ്രസംഗിക്കുന്ന, നീ സ്തുതിക്കുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമൻ. വിശ്വസിക്കുന്നവരാൽ ഇന്നും അടയാളങ്ങൾ നടക്കും. ഇത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മോനെ, നിനക്ക് ഉറക്കം വരുന്നിടം വരെ വലത്തെ കൈവച്ച് അമ്മയുടെ കണ്ണെ വെച്ചൊന്ന് സ്തോത്രം പറയാൻ പറ്റും. ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ ഒന്ന് സ്തുതിച്ചേ, ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ, തല കുലുക്കിക്കൊണ്ട് സ്തുതിച്ചേ, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ചേ. ഇങ്ങനെ പറഞ്ഞ് എത്ര കാലം കൊണ്ട് നമ്മളെ സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പറയുമ്പോൾ മാത്രം പെട്ടെന്ന് വണ്ടിയുടെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ മഴ പെയ്യുമ്പോൾ വൈപ്പർ ചലിക്കുന്ന പോലെ. സ്തോത്രം. പറയുമ്പോൾ ഒരു ചലനവും, പറയുമ്പോൾ ഒരു സ്തുതി, ഒരു പടച്ചിലുമൊക്കെ. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അകം തിളച്ചു മറിയുന്നവൻ ആദരം പൂട്ടി ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. പ്രഷർ കുക്കറിനകത്ത് പ്രഷർ നിറഞ്ഞ വിസിലടിച്ചിരിക്കും. സ്വന്തം ആത്മാവിൻ്റെ ശക്തി അകത്ത് വന്നാൽ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് ഒരു ഭിക്ഷക്കാരനോട് പറഞ്ഞിടാം, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ അകത്ത് വചനത്തിൻ്റെ വെളിപ്പാട് കിടന്നവൻ ഏറ്റവും ഉറക്കെ വിളിച്ചെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, സ്തോത്രം, അല്ലെങ്കിൽ അകത്ത് വചന വെളിപ്പാടുള്ളവൻ്റെ ശബ്ദത്തെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് അവൻ ഏറ്റവും ഉറക്ക വിളിച്ചെന്ന്. സ്തോത്രം. എൻ്റെ അമ്മയോട് പറഞ്ഞു, സ്തോത്രം, ഉറക്കം വരുന്നിടം വരെ ഇതുപോലൊരു ഷാൾ തലയിൽ കെട്ടി. സഹോദര സഹോദരിമാരൊക്കെ പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ
അമ്മയുടെ കിടക്കയിൽ കയറിയിരുന്ന് മുട്ടയിലോട്ട് നിന്നിട്ട് ഈ വലത് കൈയെടുത്ത് സ്തോത്രം മാത്രം പറഞ്ഞു. രാത്രി 10:30 മുതൽ വെളുപ്പിനെ 3:15 വരെ സ്തോത്രം പറഞ്ഞു. 3:15 ആയപ്പോൾ സ്തോത്രം ഷാളെടുത്ത് നിലത്തോട്ടിട്ട് കിടന്നുറങ്ങി. 5 മണിയായപ്പോൾ സെൽഫോൺ റിങ് ചെയ്ത് എടുത്തു നോക്കി. അദ്ദേഹം വിളിച്ചു, ഗേറ്റ് തുറന്നില്ലേ, ലൈറ്റ് ഇട്ടില്ലേ, തിരുവനന്തപുരത്ത് പോകണ്ടേ. അദ്ദേഹം വന്നു. സ്തോത്രം ഞാൻ നോക്കിയപ്പോൾ എപ്പോഴോ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ ഉറങ്ങി. മാസങ്ങളായി ഉറങ്ങിയിട്ട്. സ്തോത്രം ഇത് സമാധാനത്തോടെ ഉറക്കം തരുന്ന നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമാധാനം പ്രസംഗിക്കണമെങ്കിൽ സമാധാന പ്രഭു അകത്ത് വേണം. എന്താ നിങ്ങൾ സമാധാനം പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഉള്ളിലുള്ളവ സമാധാനം തരുന്നവനാ. അവൻ ഞങ്ങൾക്ക് സമാധാനം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ സമാധാനത്തെ ഘോഷിക്കാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താ സംഭവിച്ചതെന്ന് കേൾക്കണമോ? സ്തോത്രം. ഹല്ലേലൂയ. അമ്മയെ ഞാൻ തട്ടി വിളിച്ചിട്ട് പറഞ്ഞേ, പെട്ടെന്ന് ഒരു നൈറ്റ് ഇട്ടാൽ മതി, സാരി ഒന്നും എടുക്കാൻ സമയമില്ല, നമുക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ. അമ്മ എന്നോട് പറഞ്ഞു, മോനെ വേണ്ട, ഇന്നലെ രാത്രി നീ കൈവച്ച് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരൈസ് എടുത്ത് വെക്കുന്നത് പോലെ എൻ്റെ കണ്ണിലൊരനുഭവം ഉണ്ടായി. അതുകൊണ്ട് ഈ പ്ലാസ്റ്റർ ഒന്ന് എടുത്തു മാറ്റി, എൻ്റെ കണ്ണിനെ യേശു സൗഖ്യമാക്കിയെന്ന്. സ്തോത്രം. ഈ കോട്ടനും കോസും എല്ലാം കൂടെ മഞ്ഞിച്ചിങ്ങിരിക്കുക. ഞാൻ പറഞ്ഞ അമ്മയെ ഇപ്പം അത് ഇളക്കണ്ട. കാരണം തലേ ദിവസം എതിരെയുള്ള ഡോക്ടർക്കെതിരെയുള്ള കസേരയിൽ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ മഞ്ഞൾ വാരിയിട്ടതുപോലെ കണ്ണ് പഴുത്തിരുന്നത്. അമ്മ പറഞ്ഞു, ഇതെടുക്ക, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, അദ്ദേഹത്തെ പറഞ്ഞു വീട്ടിൽ വിട്, എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. സ്തോത്രം. എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം. ഇത് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്ലാസ്റ്റർ വിളിച്ചിളക്കി. സ്തോത്രം. ഞാനും ഒരു നേഴ്സാ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും പ്രിയരെ, അമ്മയത് വലിച്ചിളക്കുമ്പോൾ ആ അവസ്ഥ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, നിൽക്കുക, ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞ് ആ പ്ലാസ്റ്റർ കൊണ്ട് എടുത്തപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ എൻ്റെ അമ്മയുടെ കണ്ണ്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിലും പ്രവർത്തിപ്പാൻ ഒരുപക്ഷെ ഈ പന്തലിനകത്തല്ല, വേദനയോടെ ഭാരത്തോടെ നെടുവീർപ്പിടുന്ന പ്രിയരെ, ഹല്ലേലൂയ, പ്രവർത്തിക്കാൻ കരുത്തുള്ള ഒരു കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അവൻ സൗഖ്യദായകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 10 ബാധകളുടെ നടുവിലും ഇസ്രായേൽ ജനത്തെ ഒരു ബാധയും ഏൽക്കാതെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. ചെങ്കലിനെ വിഭാഗിച്ചു മാറയെ മധുരമാക്കി തീക്കൽ പാറയിൽ വെള്ളം കൊടുത്തു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഞാൻ എപ്പോഴും അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. 1 വയസ്സിൽ കുഞ്ഞിനിട്ട് കൊടുത്ത ചെരുപ്പ് 40-ാമത്തെ വയസ്സിലും കൊച്ചിട്ടു. 1 വയസ്സിൽ ഇട്ട് കൊടുത്ത ഉടുപ്പ് 40-ാമത്തെ വയസ്സിൽ വിട്ടു. ഇങ്ങനെ ഭയങ്കര അതിശയമായി ഈ ജനത്തെ പരിപാലിച്ച ദൈവം എല്ലാം കൊടുത്തു. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തു, കാടപ്പക്ഷികളെ കൊടുത്തു, എല്ലാം കൊടുത്തവൻ ഒരു വൈദ്യനെ അവർക്ക് കൊടുത്തില്ല, ഒരു ഡോക്ടറെ കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായി നിങ്ങളുടെ നടുവിലുണ്ട്. എത്ര പേര് ദൂതി രാത്രി ഏറ്റെടുക്കുന്നുണ്ട്? ഒരു വൈദ്യനെ കൊടുക്കാതെ എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായി നിങ്ങളുടെ നടുവിലുണ്ട്. ആ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടിപ്പിണരുകളോ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി സൗഖ്യം നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, കണ്ണെടുത്ത് കളയാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നില്ല. പകരം ഏത് ഡോക്ടറാണോ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു, ആ ഡോക്ടറുടെ വീട്ടിൽ പ്രാർത്ഥന നടത്താൻ തമ്പുരാൻ കൃപ ചെയ്തു. എൻ്റെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് അടുത്തൊരു സാക്ഷ്യം കൂടെ പറയട്ടെ. സ്തോത്രം. കഴിഞ്ഞ വർഷം 24 ഫെബ്രുവരി മാസം 20-ാം തീയതി എനിക്ക് പാറശാലയിൽ ഒരു കൺവെൻഷൻ. സ്തോത്രം. ഞാൻ ഈ മേഖലയിൽ പലയിടത്തുമുണ്ട്. പലപ്പോഴും പാറശാലയിൽ കൺവെൻഷൻ പോകാൻ നേരം സ്തോത്രം കർത്താവിൻ്റെ ആത്മാവിനെ അറിയിച്ചു, എന്തോ ഭവനത്തിൽ സംഭവിക്കാൻ പോകുന്നു, പ്രത്യേകിച്ച് മാതാവിനും. സ്തോത്രം. ഞാൻ അഭിഷിക്തരോട് പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞു, എന്തോ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ എനിക്ക് കൺവെൻഷൻ ഡേറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, പോകാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. സ്തോത്രം. എന്തോ സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം. പോയടത്ത് വലിയ വിടുതലുകൾ ദൈവം ചെയ്തു. സ്തോത്രം. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ കേട്ടു, എൻ്റെ അമ്മയൊന്ന് വീണു. സ്തോത്രം. മുറിക്കകത്ത് പത്രം വായിച്ചിട്ട് ആ പത്രം കസേരയിലിട്ടിട്ട് പുറകോട്ട് കസേരയിരിക്കും, പുറകോട്ട് വീണു. നിങ്ങൾക്ക് കേൾക്കണമോ? നട്ടല്ലേ സ്തോത്രം 3 പൊട്ടി. സ്തോത്രം. അതേ തുടർന്നൊരു അറ്റാക്കുമുണ്ടായി. ഞങ്ങൾ രാത്രിയിൽ പാറശാലയിൽ നിന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ രാത്രി 2:30 കായംകുളത്ത് ചെല്ലുമ്പോൾ
അവിടെ നിന്ന് പെട്ടെന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബിലിവേഴ്സിൽ ചെല്ലുമ്പോൾ സ്തോത്രം സമയം ഒത്തിരി കൂടിപ്പോയി. അവർ പറഞ്ഞു അറ്റാക്കും കൂടെ വന്നു, നട്ടെല്ലും 3 പൊട്ടിപ്പോയി. അതുകൊണ്ട് 6 മണിക്കൂർ പറഞ്ഞ് അമ്മയെ ICUയിൽ ഇട്ടിരിക്കുക. എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ടവർ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ചോദിച്ചു നോക്കണം, 6 മണിക്കൂറിനുള്ളിൽ അമ്മ മരിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം അല്ലേ? നിങ്ങൾ വിചാരിക്കും 88 വയസ്സായില്ലയോ, പോകരുതോന്ന്. ഈ സ്തോത്രം പറയുന്ന മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിലുള്ള എത്ര അനുഗ്രഹമാണെന്നറിയും. സ്തോത്രം അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം ഹല്ലേലൂയ. കാരണം മാതാപിതാക്കൾ ഈ പുസ്തകം ചുമന്നാൽ തലമുറകളെ ദൈവം ആദരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഡോക്ടർ പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കണം. സ്തോത്രം ഓക്സിജൻ പോലും കൊടുത്തിട്ട് പറ്റുന്നില്ല, തൊണ്ട കിഴിക്കണം. സ്തോത്രം പ്രിയപ്പെട്ടവരോട് വന്നു പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ പ്രിയപ്പെട്ടവരെ എല്ലാം കൂടുണ്ട്. സ്തോത്രം മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. ഓക്സിജൻ കൊടുത്തിട്ട് പറ്റുന്നില്ല. സ്തോത്രം നട്ടെല്ലും പൊട്ടിപ്പോയി, അറ്റാക്കും വന്നു. പെട്ടെന്നുണ്ടായ അസ്വസ്ഥയ, മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ആള്. സ്തോത്രം ഹല്ലേലൂയ. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ മെഡിക്കൽ കോളേജിലെ മുറ്റത്ത് നിന്നുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം അഭിഷിക്തനവിടോട്ട് ഇറങ്ങി ഇന്ന് പ്രാർത്ഥിച്ചു. ഞാൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് അല്ലെ ഞങ്ങൾ എന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് ഹല്ലേലൂയ ഡോക്ടറോട് എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ അമ്മയെ പുറത്തോട്ടൊന്ന് ഇറക്കണം. ഡോക്ടർ പറഞ്ഞു സ്തോത്രം അല്ലെ IC കിടന്നിട്ട് പറ്റുന്നില്ല, ഇനി പുറത്തോട്ട് ഇറക്കിയല്ല. ഞങ്ങൾ പറഞ്ഞു പുറത്തോട്ട് കൊണ്ടുപോവാ, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഒരുപക്ഷെ ഡോക്ടർ ചിന്തിച്ച് കാണും ഇത്രയും പ്രായമായതല്ലയോ സ്തോത്രം അല്ലെ മണിക്കൂറുകളേ ഉള്ളൂ സ്തോത്രം, അതുകൊണ്ട് വെളിയിൽ നിന്നിട്ട് കാണാനാണെന്നല്ല. ഞങ്ങൾക്കറിയാം ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്നുള്ള വചനത്തെ അല്ലെ ഞങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ചതുപോലെ ഹൃദയത്തിനകത്തളത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അഭിഷിക്തനോട് നിങ്ങൾ ചോദ്യര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങോട്ടൊന്ന് ഇറക്ക്. അല്ല ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ICUയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്സിജനോട് കൂടി തന്നെ വാർഡിലേക്ക് കൊണ്ടുവന്നു. 10 മിനിറ്റ് പോലും വെച്ചില്ല. പക്ഷേ അത്ഭുതകരമായി ദൈവ സൗഖ്യമാക്കി. ഇന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ പൊട്ടിപ്പോയ അസ്ഥികളെ, ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ കേൾക്കുന്നവർ പറയും അന്നാ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലും. പക്ഷേ തിരുവചനം പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആര് വിശ്വസിക്കാൻ തയ്യാറാകുന്നു? അടിപ്പിണറുകളാലുള്ള വിടുതല് അത് ഇന്ന് സംഭവിക്കും. നിന്റെ ശരീരത്തിന്മേൽ ദൈവമഹത്വം വെളിപ്പെടാൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കി നമ്മൾ പറയും എന്തോ മാരക രോഗം, അവർക്ക് രോഗമാ, ഇവർക്ക് രോഗമാ. സ്തോത്രം. നമ്മുടെ ആന്തരിക ബാഹ്യാവയവങ്ങളൊക്കെ ഒന്ന് നോക്കി, നമ്മുടെ ആന്തരിക അവയവങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ സകല മാരക രോഗത്തിൻ്റെ സെല്ലുകൾ ഈ ശരീരത്തുണ്ട്. പക്ഷേ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുക. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? സകല രോഗത്തിൻ്റെ സെല്ലുകൾ ഈ ശരീരത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ഒരിക്കൽ 3 വട്ടം പ്രാർത്ഥിച്ചു ഈ ശൂലമൊന്ന് മാറിപ്പോകാൻ. തമ്പുരാ ശൂലത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അടുത്തത് പറഞ്ഞ എന്താണെന്നറിയോ? അല്ല എൻ്റെ കൃപ നിനക്ക് മതി. ശൂലത്തെ കൃപ കൊണ്ട് പൊതിഞ്ഞു. ഇന്ന് രാത്രിയിൽ അല്ല ചില ശൂലങ്ങളെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാ രാത്രി ആരോഗ്യത്തോടെ ഇവിടെ വന്നത്. സ്തുതിക്കുന്നത് അതുകൊണ്ടാ, ആരാധിക്കുന്നത് അതുകൊണ്ടാ, സ്തോത്രം പറയുന്നത് അതുകൊണ്ടാ. ചില ശൂലത്തെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. വിശ്വസിക്കുക. നിന്റെ ഹാർട്ടിനെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. നിന്റെ കിഡ്നിയെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. നിന്റെ ലിവറിനെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. നിന്റെ ആന്തരിക ബാഹ്യാവയവങ്ങളെ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ രക്ഷിച്ച, ഇങ്ങനെ വിടുവിക്കുന്ന, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് തമ്പുരാൻ പറയൂ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. ഈ അടിമനുഖത്തിന്റെ കീഴിൽ കിടന്ന ആരാധന വെളിപ്പെടത്തില്ലെന്ന്. സ്തോത്രം. തപ്പുണ്ടേലും കൊട്ടാൻ പറ്റത്തില്ല, ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ കൂട്ടിക്ക്. സ്തോത്രം. പ്രവചനമുണ്ടേലും പാട്ടുണ്ടേലും തപ്പുണ്ടേലും അടിമനുഖത്തിന്റെ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു,
കെട്ടഴിച്ചു പുറത്തു വന്നേ പറ്റൂ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കോ. ഫറവോൻ പറഞ്ഞു. ഇവിടെ നിന്നങ്ങ് ആരാധിച്ചു. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ആരാധന. സ്തോത്രം. അഡ്ജസ്റ്റ്മെന്റിലുള്ള ആരാധന. തമ്പുരാൻ പറഞ്ഞു പറ്റത്തില്ല, പറ്റത്തില്ല. സ്തോത്രം. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. ആരാധന വെളിപ്പെടുന്ന മരുഭൂമിയുടെ അനുഭവത്തിലാണ്. സ്തോത്രം. ഹൃദ്യമായി സംസാരിക്കുന്ന മരുഭൂമി കൊണ്ട് ചെന്നാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിലുണ്ടല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. തോട്ടത്തിൽ നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. വെയിലാറിയപ്പോൾ അവൻ ഇറങ്ങി വന്നു കൂടെ നടക്കാൻ. നോക്കിക്കേ, വേല ചെയ്യാൻ ഏൽപ്പിച്ചു, തോട്ടം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചെങ്കിൽ അതാത് ദിവസം ഇറങ്ങി വരുന്ന ഒരു ദൈവം. സ്തോത്രം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വരുന്നു. ശമരിയ സ്ത്രീയെ നട്ടുച്ചയ്ക്കാണോ വരണ്ടേ? നട്ടുച്ചയ്ക്ക് വരും. സ്തോത്രം. ഹല്ലേലൂയ. തണ്ട് വലിച്ച് വലഞ്ഞ ശിഷ്യന്മാരെ, ഹല്ലേലൂയ, പ്രാണഭയത്തിലായ ശിഷ്യന്മാരെ, രാത്രിയുടെ 4 യാമത്തിലാണോ നിങ്ങളെ ഭയപ്പെടുത്തിയ തിരമാലകളെ കാൽ കീഴാക്കി വരേണ്ടത്? 4 യാമത്തിൽ അവൻ വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ജീവിതത്തിന്റെ ഏത് വേദനാഘട്ടത്തിലും ഇറങ്ങി വരുന്ന ദൈവമാ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. വിശ്വസിക്കേ, നിങ്ങളെ അവൻ ഒരു നാളും അനാഥനായി വിടത്തില്ല. നിന്റെ വേദനയുടെ നടുവിൽ കൈവിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നിന്റെ നിരാശ വേളയിൽ, നിന്റെ ബലഹീന വേളയിൽ, നിന്റെ രോഗത്തിന്റെ ഹസ്തങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നെ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിനക്കോ ഇറങ്ങി വരുന്ന ഒരു ദൈവം. വെയിലാറിയപ്പോൾ ഇറങ്ങി വന്ന ദൈവം, രാത്രിയുടെ 4 യാമത്തിൽ ഇറങ്ങി വന്നവൻ. സ്തോത്രം. അല്ലെ, നട്ടുച്ച നേരത്ത് രക്ഷിപ്പാൻ ഇറങ്ങി വന്നവൻ. അർദ്ധരാത്രിയിൽ മണവാളൻ. ഏത് സമയത്തും ജീവിതത്തിൻ്റെ ഏതൊരു അനുഭവങ്ങളുടെ നടുവിലും നമുക്കായി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിൽ, രക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. സ്തോത്രം. 17 വയസ്സ് വരെ മതപാഠശാലയൊക്കെ പഠിച്ച്, സ്തോത്രം, അങ്ങനെ ഒരു ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോയി. സ്തോത്രം. ഈ പുസ്തകം എടുക്കാനോ ഇതൊന്ന് കേൾക്കുവാനോ താല്പര്യപ്പെട്ട ഒരാളല്ല. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ TPM-ലെ കൂട്ടുകാരിലൂടെ ആദ്യമായി യേശുവിനെ കുറിച്ച് കേട്ടത്. അംഗീകരിക്കാൻ കഴിയാതെ ഒത്തിരി തർക്കവും വാദവും ഒക്കെ ഉണ്ടായി. ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒടുവിൽ നിരന്തരമായി യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ടെന്നൊക്കെ നിരന്തരം പറയുമ്പോൾ വചനത്തെ തിരുത്തി എഴുതും, പാട്ടുകൾ തിരുത്തി എഴുതി, അന്യഭാഷ പറയുന്നവരുടെ അന്യഭാഷകൾ തിരുത്തി എഴുതിയും എത്രത്തോളം പരിഹസിക്കാമോ അത്രത്തോളം പരിഹസിച്ച് നിന്ദിച്ചും അവരെ ഒറ്റപ്പെടുത്തിയും മാറ്റി നിർത്തിയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി. സ്തോത്രം. അതിൻ്റെ ലീഡറായി തന്നെ ഞാൻ നിന്നു. ഒടുവിൽ സത്യവേദ പുസ്തകത്തിൻ്റെ താളുകളെ പൊരുൾ തിരിച്ച് പറഞ്ഞ കൂട്ടുകാരുടെ മുമ്പിൽ വേദപുസ്തകത്തിൻ്റെ താളുകളെ പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിയാതെ തുറക്കപ്പെട്ട വേദപുസ്തകം വചനം കേട്ടപ്പോൾ കുത്തുകൊണ്ടിട്ട് ഒടുവിൽ ആ വേദപുസ്തകം അവരുടെ മുമ്പിൽ വെച്ച് വലിച്ചു കീറി പരുക്കനുള്ള സിമെന്റ് തറയിലേക്കിട്ട് പാരകണ്ട ചെരുപ്പ് കാലിൽ കിടന്ന് അതുകൊണ്ട് ചവിട്ടിയിട്ടത് തുപ്പിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശുവിന് ജീവനുണ്ടെങ്കിൽ അവൻ്റെ ശക്തി ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകത്തിൻ്റെ താളുകളെ വലിച്ചു കീറി നിലത്തിട്ട് അല്ലെങ്കിൽ ചവിട്ടി തേച്ചതാ. എന്നാൽ ഇന്ന് അതേ കൈകൊണ്ട് ഈ പുസ്തകം എടുക്കുവാൻ, അതേ കാലുകൊണ്ട് ഹാലേലൂയ ദൈവം അയക്കുന്ന രാജ്യങ്ങളിലും വേദികളിലും തെരുവിലുമൊക്കെ യേശുവിന് വേണ്ടി നടക്കുവാൻ ഹല്ലേലൂയ ഏത് നാവ് കൊണ്ട് തുപ്പിയോ അതേ നാവ് കൊണ്ട് തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമെന്ന് വിളിച്ചു പറയാൻ ദൈവം എന്നെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാം, ആരൊക്കെ ഇതിനെതിരെ കരമുയർത്തിയിട്ടുണ്ടോ അവനെ കൊണ്ടൊക്കെ ഈ പുസ്തകം എന്റെ യേശു ചുമപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇതിന് വിരുദ്ധമായി അവതരം തുറന്നിട്ടുണ്ടോ അവരെ കൊണ്ടൊക്കെ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് എന്റെ ദൈവം 1000 പ്രാവശ്യം പറയിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ നീതിയാകുകയോ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയോ. പ്രയോജനമുള്ളതിനെ, ദൈവം കണ്ടതിനെ, ദൈവത്തിന് വേണ്ടി ഉള്ളതിനെ, പിതാവ് ആകർഷിച്ചതിനെ ആർക്കും പൂട്ടിയിടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല, ആർക്കും ഒതുക്കിയിടാൻ പറ്റത്തില്ല.
അല്ലേ? ആർക്കും അടിമയാക്കി വെക്കാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. ഒരു ദേശത്തെ യേശു കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഭവനത്തെ കർത്താവിന് വേണമെങ്കിൽ, ഒരു വ്യക്തിയെ ദൈവത്തിന് വേണമെങ്കിൽ, ഒരാത്മാവിൻ്റെ ബലം മുഴുലോകത്തേക്കാളാണ് കേട്ടോ. അത് ഭിക്ഷക്കാരുടെ ആത്മാവിനും, കുഷ്ഠരോഗിയുടെ ആത്മാവിനും, അന്ധൻ്റെ ആത്മാവിനും, കൊടുമ്പാവിയുടെ ആത്മാവിനും, സ്തോത്രം, എല്ലാത്തിനും വേദപുസ്തകത്തിൽ വിലയുണ്ട്. കറുത്തവനാണോ വെളുത്തവനാണോ, വിദ്യാസമ്പന്നനാണോ വിദ്യാവിഹീനനാണോ, കുലമേധ മഹിമ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ആത്മാവാ വിഷയം. സ്തോത്രം. ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ആത്മാവിന് യേശുവിന് വേണം. സ്തോത്രം. ഭിക്ഷക്കാർ ദിമായിയുടെ മകനായ അന്ധനായ ഭിക്ഷക്കാരന്റെ ആത്മാവിന് യേശുവിന് വേണം. ശമരിയ സ്ത്രീ കൊടുംപാപിയ, അവിടെ ആത്മാവിന് യേശുവിന് വേണം. 6000 ഭൂതം ബാധിച്ചവന്റെ ആത്മാവിനെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാന് ചിലതിനെ വേണമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശുവിന് ചിലതിനെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെരോദാവ് ബന്ധിച്ചിട്ട ചിലതിനെ പ്രാർത്ഥനയുടെ ശക്തി പുറത്തു കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പത്രോസിനെ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുന്നത് പോലെ ചിലതിനെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ, തകർത്തുകളവാൻ, ഉന്മൂലനാശം വരുത്തുവാൻ, ജീവിപ്പിക്കത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് അകത്തൊതുക്കിയിട്ടിരിക്കുന്ന ചിലതിനെ ദൂതൻ ഇറങ്ങി വന്ന് വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ 3 ദിവസത്തെ കൺവെൻഷൻ കഴിയുമ്പോ തമ്പുരാൻ ദേശത്തിൽ നിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരും. പത്രോസിനെ പിടിച്ചു ബന്ധിച്ചു, അടിമയാക്കി കാരാഗ്രഹത്തിനകത്തിട്ടു. സ്തോത്രം. ഒരിക്കലും പുറത്തു വരല്ല, ഒരിക്കലും പുറത്തു വരല്ല. സ്തോത്രം. കാരണം സ്തോത്രം, യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി പോയി. ആരെ പിടിച്ചു? ആരെ പിടിച്ചു? പത്രോസിനെ ബന്ധിച്ചിട്ടിരിക്കുക. കാരണം ഇനി ഒരിക്കലും പുറംലോകം കാണരുത്. പിശാച് ചിലതിനെ പുറത്തു വിടാതെ എന്നേക്കുമായി ബന്ധിച്ചിടും. സ്തോത്രം. പുറം ലോകം കാണരുത്, പുറത്തു വരരുത്. കാരണം ഇവൻ്റെ മേലൊരു വാഗ്ദത്തം കിടക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് പ്രയോജനമുള്ള ചിലതിനെ, ദൈവത്തിന് വേണ്ട ചില തലമുറകളെ എന്നേക്കുമായി സാത്താൻ ബന്ധിച്ച് അകസ്ഥയിലിട്ടിരിക്കുക, അകത്തളത്തിൽ ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ ഒരു സഭ തയ്യാറാണെങ്കിൽ കെട്ടുകളെ അഴിപ്പാൻ കരുത്തുള്ള ഒരുവൻ ഈ ദേശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര വലിയ ശക്തൻ കെട്ടിയാലും, എത്ര വലിയ ബന്ധനമാണെങ്കിലും കെട്ടുകളെ അഴിപ്പാൻ കരുത്തുള്ള ഒരുവനേ ഉള്ളൂ. തലേ രാത്രി കെട്ടിയവൻ പറഞ്ഞത് ഈ കെട്ടഴിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നാ, ഈ കെട്ടിനെ അഴിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നാ, ഈ ബന്ധനം അഴിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നാ, ഈ കാവൽ തകർക്കാൻ ആർക്കും കഴിയത്തില്ലെന്നാ. എന്നാൽ എത്ര വലിയ കെട്ടിയാലും ഒരിക്കലും അഴിയത്തില്ലെന്ന് ശത്രു വിധി പറഞ്ഞാല് ദൈവത്തിന് പ്രയോജനമുള്ളതിനെ കെട്ടഴിച്ച് സ്വർഗം പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ആരാധിച്ചോട്ട് നിന്റെ കുടുംബത്തിനകത്തു നിന്ന് ചിലത് പുറത്തു വരുന്ന ദിവസങ്ങളായി നിന്റെ തലമുറകളെ ശത്രു ബന്ധിച്ചിട്ടിടത്തു നിന്ന് സ്വർഗം കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയോ ഈ ഒരിക്കലും പുറം ലോകം കാണത്തില്ലെന്ന് പറയുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയോ കെട്ടിയവൻ പറഞ്ഞു ഈ കെട്ടോട് ഒരുത്തനും അഴിക്കത്തില്ലെന്ന്. ഒരുത്തനും അഴിക്കാൻ പറ്റാത്ത കെട്ട അവൻ കെട്ടിയത്. ആരും അഴിക്കത്തില്ല. നാളെ വാളിനിരയായി തീരത്തേ ഉള്ളൂ. പക്ഷേ വാളിനിരയാകുമെന്ന് ലോകം വിധിച്ചതിനെ സ്തോത്രം ചങ്ങലകൾ അഴിക്കുന്ന ശക്തി പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇറങ്ങി വന്നെങ്കിൽ ഹല്ലേലൂയ, ഈ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ഒരു കൂട്ടം പാവപ്പെട്ട അഭിഷിക്തന്മാര് ഈ യോഗം നടത്തുമ്പോൾ, ഒരു കൂട്ടം പാവപ്പെട്ട അഭിഷിക്തർ ഇവിടുന്ന് പാടുമ്പോൾ, ഒരു കൂട്ടം പാവപ്പെട്ട സാധുക്കളായി ദൈവജനം ഇവിടുന്ന് കരമടിച്ച് ആരാധിക്കുമ്പോൾ പുറം ലോകത്തിന് മനസ്സിലാകത്തില്ല ഇത് കെട്ടുകളെ അഴിക്കുന്ന ആരാധനയാണെന്ന്, ഇത് ചങ്ങലകളെ അഴിക്കുന്ന ആരാധനയാണെന്ന്, ഇതിന് വാതിൽ
ഷേഖേനിയാസി റംഫനാദിഗലഗസി റൂട്ടലരഗശംഭരെ. ഓ ഹല്ലേലൂയ. പുറത്തുള്ളവരെ അറിയത്തില്ലെന്നേ. ആർക്കും അറിയാത്തത് പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? ആർക്കും അറിയാത്തത് പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടുമെന്ന്. സ്തോത്രം. ആർക്കും വെളിപ്പെടാത്തത് പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്നവന് വെളിപ്പെടും. ഹല്ലേലൂയ. രാജാവിൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്ന മോർദെഖായിക്ക് ഹല്ലേലൂയ അണിയറയിൽ ശത്രു ഒരുക്കിയ കെണികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറിക്കകത്ത് രാജാവിൻ്റെ പാദാന്തിയെ താണിരിക്കുന്ന ദൈവജനമേ, ആർക്കും വെളിപ്പെടാത്തത് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവ സർവശക്തിയുള്ള ദൈവമാ. പുറത്തു കൊണ്ടുവരുവാൻ അവൻ കരുത്തുള്ളവനോ, അല്ലെ ചങ്ങല അഴിക്കാൻ കരുത്തുള്ളവനോ, കെട്ടുകളെ പൊട്ടിക്കാൻ കരുത്തുള്ളവനോ. യെസ്, നാം അറിയാതെ അദൃശ്യ മണ്ഡലങ്ങളിൽ ചില വിടുതലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവാത്മാവി പറയാം, ദാനിയേലേ നീ പ്രാർത്ഥന മുറിക്കകത്ത, പക്ഷേ അദൃശ്യ മണ്ഡലങ്ങള് നിന്റെ പ്രാർത്ഥനയെ തടയുന്ന ദേശത്തിന്റെ ചില അന്ധകാര മണ്ഡലങ്ങളുമേ പ്രധാന പ്രഭുവായ മീഖായേൽ ഇറങ്ങി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയോ. പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചിരിക്കുന്ന പറവോൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളെ സർവശക്തൻ അടയാളത്തോടുകൂടി പുറത്തു കൊണ്ടുവരികയോ. അദൃശ്യ മണ്ഡലങ്ങൾ ചില വിടുതലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. വചനം പ്രസംഗിച്ചെടുത്ത് വിടുതൽ നടന്നെങ്കിൽ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആത്മസാന്നിധ്യം ഇറങ്ങിയതുപോലെ അക്ഷരീയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില വിടുതലുകൾ ചില ഇടയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക, ചില കുടുംബങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ചില വീടുകൾ നടന്നുകൊണ്ടിരിക്കുക, ചില കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. ചില വിടുതലുകൾ സംഭവിക്കും. ദൈവത്തിന്റെ നിർണയത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ നിർണയത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് ബന്ധിച്ചിട്ടതാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി വിദൂരത്തിലാണ് സംഭവിച്ചതെങ്കിലും സ്തോത്രം, ആകാശം കീറിമുറിച്ച് ദൂതൻ കാരാഗ്രഹത്തിനകത്ത് കർമ്മേലിൻ്റെ മുകളിൽ ഇറങ്ങാൻ കരുത്തുള്ള തീ കാരാഗ്രഹത്തെ ചങ്ങലയഴിക്കാൻ അവിടെ ഇറങ്ങി വന്നു. സ്തോത്രം. വിലാപ്പുറത്ത് തട്ടിയപ്പോൾ കെട്ടഴിഞ്ഞു വീണു. തലേന്ന് കെട്ടിയവൻ പറഞ്ഞു ആർക്കും അഴിക്കാൻ പറ്റത്തില്ലെന്ന്. ഇനി മരണം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞതാ. മരണത്തിനായി വിധിക്കപ്പെട്ട ചിലതിനെ ജീവങ്കലേക്ക് നയിക്കുവാൻ, മരണത്തിനായി വിധേയപ്പെട്ട ചിലതിനെ ജീവങ്കലേക്ക് നയിക്കുവാൻ, ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, മരണത്തിന് വിധേയപ്പെട്ട ചിലതിനെ മരണം മാറ്റുവാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ചില മരണം ദേശത്ത് നിന്ന് മാറിപ്പോവോ, ചില കുടുംബത്തിനകത്ത് നിന്ന് ചില മരണത്തിന്റെ ശക്തി മാറുക. പണം കരത്ത് കൂടുതലുള്ളത് കൊണ്ടല്ലോ. ഹല്ലേലൂയ. ഏലിയാവേ, നീ ദേശത്ത് വന്നത്, നീ യോഗം നടത്തിയത്, നീ ഇവിടെ കാൽ ചവിട്ടിയത് ചില മരണം മാറാനോ. മരണത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നു, മരണത്തിന്റെ കേട്ടുകളെ അഴിക്കുന്നു. ആരാധിപ്പാൻ വിടാതെ പ്രയോജനമുള്ള ചിലതിനെ ബന്ധിച്ചു വെച്ച
ദൂതൻ മുന്നേ പോയ വാതിലുകൾ സ്വയം തുറക്കുന്നു. ചില വാതിലുകൾ തുറക്കുന്ന ദിനങ്ങളായി. അടഞ്ഞു കിടന്ന ചില വാതിലുകൾ, പൂട്ടിയിട്ട ചില വാതിലുകൾ, കെട്ടിയിട്ട ചില വ്യക്തിത്വങ്ങൾ പുറത്തു വരുന്ന ദിനങ്ങളാക്കി സർവശക്തൻ തീർക്കുകയാ. വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. വിട്ടേ പറ്റൂ. ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എത്ര വലിയ വാതിലും തുറക്കും, എത്ര വലിയ ചങ്ങലയും അഴിയും. വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ പറയും എന്നെ ആരാധിപ്പാൻ. ഇവിടെ നിന്ന് പറ്റത്തില്ല. സ്തോത്രം. പുറത്തു വന്നേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുന്നിൽ വന്നു, ഫറവോന്യ ശക്തികൾ പുറകെ വന്നു. സ്തോത്രം. കാരണം ഇറക്കിയപ്പോൾ ദേശം കാലിയായി. ദേശത്ത് ചലനം സംഭവിച്ചപ്പോൾ സ്തോത്രം, മിസ്രൈമിൽ നിന്ന് കൂട്ടത്തോടെ ജനം പുറത്തു വന്നു. ഫറവോൻ പുറകെ വന്നു. അവന് ഭയങ്കര ഒരു സന്തോഷമുണ്ടായത് ചെങ്കടലിന്റെ അരികെ വെച്ച. അവൻ കൈകൊട്ടിയത് ചെങ്കടലിന്റെ അരികെ വെച്ച. കാരണം പറഞ്ഞോണ്ടാ വന്ന് ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ളപങ്കിടും. എൻ്റെ ആശ മുഴുവനും ഇവരാൽ പൂർത്തീകരിക്കും. ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകൾ. ജീസസ്. മുന്നോട്ടൊരു വാതിലില്ല, സകലതും അടഞ്ഞുപോയി. തട്ടകസിച്ചുകൊണ്ട് ഒരു പക്ഷെ പർവ്വം പറഞ്ഞു കാണും, ഇത് നിന്റെ ഒടുക്കമാണ്. ആരോടാ പറഞ്ഞത്? ആരാധിക്കാൻ ഇറങ്ങിയവരോട്. ആരാധിക്കാൻ ഇറങ്ങിയവരോട്, ദൈവം പുറത്തു കൊണ്ടുവന്നവരോട്, കുഞ്ഞാടിന്റെ രക്തത്താൽ സംഹാര ശക്തികളുടെ നടുവിൽ നിന്ന് കട്ടിളക്കാലുമേ കുരുമണിമേ കുഞ്ഞാടിന്റെ രക്തത്താൽ തളിയപ്പെട്ട ഭവനങ്ങളിലൊന്നും ഒരു ശത്രുവും കയറാതെ ആരാധിപ്പാൻ തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ദൈവജനത്തെ നോക്കി ഫറവോനെ ശക്തി വിളിച്ചു പറഞ്ഞു, ഇത് നിന്റെ അവസാനമോ, ഇത് നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാ, അവന്റെ തുടക്കമായത്. ശത്രു പറഞ്ഞു, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ പറഞ്ഞു, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. എന്നെ ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിൽ ഞാൻ തുറക്കുന്ന വഴിയെ ഒരുപക്ഷെ നിനക്ക് കാണാൻ കഴിയത്തില്ല. നീ കാണാത്ത ചില വഴികൾ, നീ അറിയാത്ത ചില വഴികൾ, ശത്രുവിന്റെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയാത്ത ചില വാതിലുകൾ, ദുഷ്ടന് കാണാൻ കഴിയാതെ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആർക്കും കാണാത്ത ചില വഴികൾ, ആർക്കും അറിയാത്ത ചില വഴികൾ. യെസ്, കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും കരമടിച്ച് സ്തുതിച്ചാട്ടെ. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവനെതിരെയുള്ള വെല്ലുവിളി ഇന്ന് രാത്രി ഫറവോന്റെ മണ്ഡലം വിളിച്ചു പറഞ്ഞു, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ പറഞ്ഞു, നോ, അതവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. ശത്രു പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞു, അല്ല, ഇത് അവന്റെ തുടക്കമാ, ഇത് നിന്റെ ഒടുക്കമാ. വീണ്ടെടുക്കപ്പെട്ടവന് വേണ്ടി ആടിയുടെ ആഴങ്ങളിൽ സ്വർഗം വഴി തുറന്നെങ്കിൽ തമ്പുരാൻ പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ വിട്ടയക്കോ. അബ്രഹാമേ, യൂഫ്രട്ടീസ് നടന്നു കടന്നു വന്ന ദേശാന്തരിയ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൂടാരമടിച്ച് താമസിക്കുന്ന നാടോടികളെന്ന് നമ്മൾ വിളിക്കുന്നവര്. തമ്പുരാൻ പറഞ്ഞു, എന്നെ ആരാധിക്കാൻ ഇറങ്ങിക്കോ, ഞാൻ നിന്നെ കനാനിലെത്തിക്കാം, ഞാൻ നിന്നെ മാനിക്കാം, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ സന്തതിയെ അനുഗ്രഹിക്കും. കുരിശ് പിടിച്ചവന്റെ തലമുറയെ തമ്പുരാൻ കരത്തെ പിടിച്ചെങ്കിൽ പുസ്തകം ചുമന്നവന്റെ സന്തതിയുടെ കരത്തെ തമ്പുരാൻ പിടിക്കോ. യെസ്,